ഈ ലോകത്ത് ഇപ്പോൾ UN അംഗരാഷ്ട്രങ്ങളായിട്ടുള്ള 193 രാഷ്ട്രങ്ങളിൽ 157 രാഷ്ട്രങ്ങളും പലസ്തീൻ എന്നുള്ള രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ അംഗീകരിച്ചിട്ടുണ്ട്. ആ നിലനിൽപ്പ് അംഗീകരിക്കാത്ത ഒരു കരാറാണിത്. അങ്ങനെ ഒരു രാഷ്ട്രം, അങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് അത് അംഗീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു കരാർ. ഒരു ഭരണകൂടം ഉണ്ടാവില്ല, സായുധമായ ഒരു സാഹചര്യം അവിടെ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് കൊണ്ടു നടക്കാൻ കഴിയില്ല. സമ്പൂർണ്ണമായി നശിച്ച ഒരു പ്രദേശത്തെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം എന്നുള്ള ഒരു കരാറാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നുമില്ല, ഏറ്റവും വലിയ ഈ സംഘർഷം അവസാനിപ്പിച്ച വ്യക്തി എന്നുള്ള പേര് അവശേഷിപ്പിക്കാം എന്നുള്ള ആലോചന. പിന്നെ അവിടെ അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള താല്പര്യങ്ങളോ സമ്പൂർണ്ണമായും ഇസ്രയേലിൻ്റെ കുറേ താല്പര്യങ്ങളോ ഒക്കെ നടപ്പാക്കുക, ഇത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്നത്. ഈ കരാറിനെ കുറിച്ച് നോക്കുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അതിന് എത്രയാണ് വില കൊടുക്കേണ്ടി വരുന്നത് പലസ്തീനുകൾ ഇങ്ങനെ ഒരു കരാറിന്. സനീഷ്, അവിടെ നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ്, ഇവിടുത്തെ ഇസ്രയേലി സേനയുടെ കണക്ക് പ്രകാരം കൊല്ലപ്പെട്ടിരിക്കുന്നത് 83% സിവിലിയൻസാണ്. 83% സിവിലിയൻസാണെന്ന് ആരാ പറയുന്നത്? ഇസ്രയേൽ തന്നെ പറയുകയാണ്, സമ്മതിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടക്കൊല നടത്തിയിരിക്കുന്നത്, ഈ വംശഹത്യ നടത്തിയിരിക്കുന്നത്, ഈ ചെറിയ പ്രദേശത്ത് വംശഹത്യ നടത്തിയിരിക്കുന്നത് ഹമാസിനെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഹമാസുമായി തന്നെയാണ്, ഹമാസിനോടാണ് ആലോചിക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ ഹമാസും എത്തിയേക്കാം